ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ എന്നും പറയുന്ന പോലെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ എത്ര വീട് നീറ്റായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാലും നമ്മൾ വല്ലാതെ ശല്യം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈച്ച. ഈച്ചയെ കൊല്ലാനുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒത്തിരി പ്രതിവിധികൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. പക്ഷേ കുഞ്ഞു മക്കളൊക്കെയുള്ള വീട്ടിലെ അത്തരം ടിപ്പുകൾ നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ ഓരോ അമ്മമാർക്കും പേടിയാണല്ലേ. അപ്പോൾ ഒട്ടും ടെൻഷൻ ഇല്ലാതെ തികച്ചും നാച്ചുറലായിട്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ നിന്നും ഈച്ചയെ മാറ്റി നിർത്താൻ പറ്റുന്ന 2 രീതിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒട്ടനവധി ടിപ്സ് ഉണ്ട്, ഇതിൽ 2 മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് തുളസിയില വെച്ചിട്ടാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ് തുളസി. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിൽ നിർബന്ധമായും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ദിവ്യ ഔഷധം തന്നെയാണ് കേട്ടോ തുളസി. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്സാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിതാ തുളസിയുടെ ഈ ഒരു ഇതുണ്ടല്ലോ, ഇതുപോലെയാണ് കേട്ടോ നുള്ളി എടുക്കുന്നത്. ഇലയല്ല, അത് ഇതുപോലെ നമ്മൾ നുള്ളി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കിളിർത്ത് നല്ല തിക്കോട് കൂടിയിട്ട് അത് വളർന്നു വരും കേട്ടോ. അപ്പോൾ ഞാനിത് എത്രയും തുളസി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് എങ്ങനെയാണ് ഈച്ചയെ തുരത്തുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇതുപോലെയാണ് കേട്ടോ തുളസി നുള്ളി എടുത്തിട്ടുള്ളത്. കുഞ്ഞ് തണ്ടോട് കൂടിയിട്ടാണ്, ഇതുപോലെ തന്നെ നുള്ളാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ നുള്ളിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തുളസി കൂടുതലായിട്ട് വളർന്നു വരും. ഇതിലേക്ക് നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള തുളസിയില നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളമാണ്. വേറൊരു ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ആയിട്ട് ആവശ്യമില്ല. ഇപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് തുളസിയുടെയും വെള്ളത്തിൻ്റെയൊക്കെ അളവ് കൂട്ടാം കേട്ടോ. തുളസി നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ടും വേറൊരു ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടും നമുക്ക് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് അതിലേക്ക് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ആ തുളസിയിൽ ഇതുപോലെ ഒന്ന് ഞെരടി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഒത്തിരി തിളപ്പിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറയുന്ന വരെ വെയിറ്റ് ചെയ്യുന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് കിട്ടിയാൽ മതി കേട്ടോ. ഇത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് സമയമായിട്ടോ നന്നായിട്ട് തിളച്ച് ആ ഒരു തുളസിയുടെ സത്തെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം. ഞാൻ ഫ്രൂട്ടിയുടെ കുഞ്ഞു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്യുക. സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് തുളസിയുടെ ഇലകളെല്ലാം എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലായതുകൊണ്ടാണ് ഇതിലേക്ക് തുളസിയുടെ ഇലയൊന്നും മാറ്റാതെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം മുഴുവനായിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തുളസി ഇല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ഇല അതിൽ നിന്ന് മാറ്റി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാനിതാ ഇലയും ആ വെള്ളമൊക്കെ ആ ബോട്ടിലേക്ക് മാറ്റിയിട്ട് ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ലിഡിൽ ഒരു കുഞ്ഞു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ യാതൊരു ദോഷവശവും ഇല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും ഈച്ചയെ തുരത്താനുള്ള ഒരു കിഡിലൻ സൊല്യൂഷനാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഈച്ച വരുന്ന ഭാഗങ്ങളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഏറ്റവും കൂടുതൽ ഈച്ചയെ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് കിച്ചൺ, കൗണ്ടർ ടോപ്പ്, ഗ്യാസ് ടോപ്പ് അല്ലെങ്കിൽ ഊൺമേശയൊക്കെ. അപ്പോൾ ഞാനിത് ആ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കൗണ്ടർ ടോപ്പ് ആയതുകൊണ്ടാണ് തുടച്ചെടുക്കുന്നത്. വേറെയുള്ള ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കിത് തുടച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല. കുഞ്ഞു മക്കളുടെ കയ്യിലോ അല്ലെങ്കിൽ വയറ്റിലോ എത്തിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണേലും ഏത് സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഹോം റെമഡി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി 2ാമത്തെ രീതിയിലേക്ക് പോവാം. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഈച്ചയെ നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ ഞാനിതൊരു കുഞ്ഞ് ഇഞ്ചിയുടെ പീസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ചിരട്ടയിൽ വെച്ചിട്ടാണ് ഒന്ന് കുത്തിയെടുത്തിട്ടുള്ളത്. നല്ല പോലെ തന്നെ ചതച്ചെടുക്കണേ.
ഞാനിതാ ഇഞ്ചി മുഴുവനായിട്ട് ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് വിനെഗറാണ്. അപ്പോൾ ഞാനിത് അത്രയും വിനെഗർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ കുറച്ച് സാധാരണ വെള്ളം കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സൊല്യൂഷൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് ആ ഇഞ്ചി ഒന്നുകൂടെ ഇതുപോലെ ഞെരടി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചിയുടെ കഷ്ണങ്ങളൊക്കെ നിങ്ങൾ മാറ്റണം. ഞാൻ ഈ ഒരു ബോട്ടിലായതുകൊണ്ട് കഷ്ണങ്ങളൊന്നും കളയാതെ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു ലിഡിന് ഒരു കുഞ്ഞു ഹോൾ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈച്ചയുള്ള ഭാഗങ്ങളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കൗണ്ടർ ടോപ്പിലാണ്. കൗണ്ടർ ടോപ്പിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെയും വിനെഗറിൻ്റെയൊക്കെ സ്മെല്ല് കാരണം ഈച്ച മാത്രമല്ല കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകളൊക്കെ വരാറുണ്ട്. അതൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ശേഷം ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഒരു തവണ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം നമുക്ക് യൂസ് ചെയ്യാം. ഞാനിത് രണ്ടാമതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഗ്യാസ് സ്റ്റോപ്പാണ് കേട്ടോ. ഗ്യാസ് സ്റ്റോപ്പിലും ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഉണങ്ങിയ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. നമ്മളെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസൊക്കെ വൃത്തികേടാവാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു ഈച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഭാഗത്തെല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പ് നല്ല രീതിയിൽ നമുക്ക് ക്ലീനായിട്ട് കിട്ടും. മാത്രമല്ല കുഞ്ഞു ഈച്ചകൾ അതുപോലെ തന്നെ ഉറുമ്പുകൾ ചെറിയ ചെറിയ പ്രാണികളൊന്നും നമുക്ക് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ നല്ല പോലെ നീറ്റായിട്ട് നമുക്ക് കിടക്കുകയും ചെയ്യും. ഈ ഗ്യാസ് സ്റ്റോപ്പ് മാത്രമല്ല കിച്ചണിലെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം രാത്രി സിങ്കിൽ ഇതൊന്ന് ഒഴിച്ചിടുകയാണെങ്കിൽ രാവിലെ നമ്മൾ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ചെറിയ പ്രാണികളോ ഈച്ചകളോ ഒന്നും സിങ്കിലുണ്ടാവില്ല കേട്ടോ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പൊട്ടിയിട്ടുള്ള ഒരു ബെൽറ്റാണ് കേട്ടോ. അപ്പോൾ പലപ്പോഴും ഇതുപോലെയുള്ളതെല്ലാം നമ്മൾ പൊട്ടിക്കഴിഞ്ഞാൽ ഒഴിവാക്കാറാണ് പതിവ്. എന്നാൽ ഈ ഒരു ബെൽറ്റ് വെച്ചിട്ട് നമുക്ക് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇനി ഈ ഒരു ബെൽറ്റിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ളത് റബ്ബർ ബാൻഡാണ്. അപ്പോൾ 6 റബ്ബർ ബാൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് ഓരോ റബ്ബർ ബാൻഡ് ഈ ബെൽറ്റിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ബെൽറ്റിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ഭാഗം ഒന്ന് ഒഴിവാക്കിയതിന് ശേഷമാണ് കേട്ടോ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒരു സൈഡ് ഒഴിവാക്കിയിട്ടുണ്ട്, മറ്റേ സൈഡിൽ നിന്നാണ് ഞാൻ ഇട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലൂസാണ്. അപ്പോൾ അതിന് 2 മടക്കായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഏറ്റവും അടിവശത്തേക്ക് ഒന്നാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതാ ആദ്യം ഇട്ട റബ്ബർ ബാൻഡ് ഇതുപോലെ ഏറ്റവും അടിവശത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോ റബ്ബർ ബാൻഡും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ റബ്ബർ ബാൻഡും ഞാൻ 2 മടക്കായിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇതുപോലെ താഴേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇട്ട റബ്ബർ ബാൻഡിൽ നിന്ന് കുറച്ച് അകലം വെച്ചിട്ടാണ് രണ്ടാമത്തെ റബ്ബർ ബാൻഡ് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ 6 റബ്ബർ ബാൻഡ് നമുക്ക് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാനിത് 6 റബ്ബർ ബാൻഡും ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് കണ്ട് ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാണ് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു സൈഡിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഹോൾ ഇടാനായിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഭാഗം ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ആ പപ്പടക്കോലൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോൾ ഇടുമ്പോൾ നമ്മൾ ഏത് ആണിയിലാണോ ഇത് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു ആണി കൊള്ളുന്ന വിധത്തിലുള്ള ഹോളായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ഈ റാണിയിലാണ് കേട്ടോ ഇത് തൂക്കിയിടുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു യൂസേജാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് തവി സ്പൂണുകളും എല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ ഈ ഒരു ബെൽറ്റിൽ സെറ്റ് ചെയ്യാൻ പോവാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഒട്ടും ക്യാഷ് ചിലവില്ലാതെ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ബെൽറ്റിൽ കുറച്ച് റബ്ബർ ബാൻഡും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഞാനിതാ ഓരോന്നിൽ 2 3 ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വെച്ചിട്ടുള്ളത് ഓരോന്നിലും ഓരോന്നായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ വളരെ കുറഞ്ഞ സമയവും മതി, അതുപോലെ തന്നെ ഒത്തിരി സ്ഥലം ഇതിനായിട്ട് നമ്മൾ മുടക്കേണ്ട. ആ ഒരു ബെൽറ്റ് തൂക്കിയിടാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ കുഞ്ഞ് അടുക്കളയൊക്കെ ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ആണിയിൽ വേണമെങ്കിൽ നമുക്ക് തൂക്കിയിടാം. അപ്പോൾ ഞാൻ അതിലൊന്നും ഇട്ടിട്ടില്ല. ഈ ഒരു റബ്ബർ ബാൻഡിൽ തന്നെ നമുക്ക് അത്യാവശ്യം തവികൾ നമുക്കിതിൽ ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പ
തവി, സ്പൂണുകൾ, ബീറ്ററിൻ്റെ ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഭാരം കൂടുതലുള്ളത് ഇടാൻ ഞാൻ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.